നിങ്ങൾക്ക് തയ്യൽ അറിയാവുന്ന ആളാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു 5 ഓർഡറുകൾ, ആ 5 ഓർഡറുകളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ആ ഏകദേശം ഒരു 5 ഓർഡറുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസവും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 5 ഓർഡറുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 പോയിൻ്റ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങളൊരു ലേണിംഗ് സ്റ്റേജിലാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയും നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ ഡ്രസ്സ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പഠിക്കണം. അല്ലാണ്ട് നമ്മുടെ മാത്രം തയ്ച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും പഠിക്കില്ല. പല പല മോഡലുകൾ നമ്മൾ പഠിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഡ്രസ്സിൽ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം, അല്ലേ? അപ്പോൾ ഞാനൊരു ലേണിംഗ് പീരീഡിലാണ്. എനിക്ക് നന്നായിട്ട് മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ, ഫെയിലിയർ ഒന്നുമില്ലാതെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആദ്യം തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓർഡറുകൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഓർഡർ എടുക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാവൂ. അതായത് സിമ്പിളായിട്ടുള്ള ഓർഡറുകൾ എടുക്കാവുള്ളൂ. കുർത്തി എന്ന് പറഞ്ഞാലും സിമ്പിളായിട്ടുള്ള ഉണ്ടല്ലോ, റൗണ്ട് നെക്ക്, സ്ക്വയർ നെക്ക്, വി നെക്ക്, അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. പെറ്റിക്കോട്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ ചെറിയ ഫ്രോക്കുകളൊക്കെ ഉണ്ടല്ലോ, അത്, സ്കേർട്ട്, പിന്നെ അങ്ങനെയുള്ള സിമ്പിൾ വർക്കുകളില്ലേ, ചെറിയ ചെറിയ ഓർഡറുകൾ. അല്ലാണ്ട് ആദ്യമേ പോയി നമ്മൾ ഹെവി ഓർഡറുകൾ, ബ്രൈഡൽ ബ്ലൗസൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ എടുക്കരുത്. കാരണം അത് ബ്രൈഡിൻ്റെ ഒന്നും എടുത്തേക്കരുത് ആദ്യം പോയി. കാരണം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാണ്. കല്യാണ ബ്ലൗസ് എന്ന് പറയുമ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് പൊതുവേ ടെൻഷനാണ്. കാരണം ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. അത് തയ്ച്ച് ശരിയായില്ലെങ്കിൽ ആ കുട്ടിയുടെ ലൈഫേ അവിടെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വലിയ വലിയ ഹെവി ആയിട്ടുള്ള ഓർഡറുകളൊന്നും പിടിക്കരുത്. ആദ്യം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഓർഡറുകൾ ഒരു 3-4-5 ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, അല്ലേ? അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പെറ്റിക്കോട്ട് തയ്ക്കാൻ എത്ര സമയം വേണം? അതുപോലെ തന്നെ ഒരു പാൻറ്റ് തയ്ക്കാനാണെങ്കിൽ എത്ര സമയം വേണം? വളരെ കുറച്ച് സമയം മതി. മാത്രമല്ല, വളരെ കുറച്ച് മിസ്റ്റേക്കുകളെ അതിലുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അല്ലേ? നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ മിസ്റ്റേക്കുകളൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ്? നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഏറ്റവും നല്ല കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ആദ്യം ഓർഡറുകൾ പിടിക്കുക. ഇപ്പോൾ ചേച്ചി എവിടെ നിന്നാണ് ഓർഡർ കിട്ടണതെന്ന് ചോദിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡറുകൾ ആൾക്കാർ കൊണ്ടുതരും. നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. അവരെയൊന്നും നമ്മൾ ഒഴിവാക്കരുത്. അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുറത്തുള്ളവർ വരുള്ളൂ. അപ്പോൾ ഇവർക്ക് തയ്ച്ചു കൊടുക്കുന്നതും അവരിട്ടേക്കണതും കണ്ടിട്ടാണ് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് തയ്ക്കാനായിട്ട് കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാരായിരിക്കണം നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ളവരായിരിക്കണം നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുക, എനിക്ക് ഇങ്ങനെയൊക്കെയേ തയ്ക്കാൻ അറിയാവുള്ളൂ, ഞാൻ ഒരുപാട് വലിയ ഓർഡറുകളൊന്നും പിടിക്കുന്നില്ല, ചെറിയ ചെറുതൊക്കെയാണ് പിടിക്കുകയുള്ളൂ, ഇന്നതാണെങ്കിൽ ഞാൻ തയ്ച്ചു തരാം, നിനക്ക് ഇതുപോലെയാണെങ്കിൽ തയ്ച്ചു തരാം എന്നൊക്കെ പറയണം. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങളത് എടുത്ത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്കുകൾ വളരെ കുറച്ചേ വരുത്തുള്ളൂ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആവും, അല്ലേ? അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ മിസ് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, വളരെ സ്ലോ ആയിട്ട്, വളരെ കാമായിട്ട് സംസാരിക്കുക ക്ലയൻറ്റിനോട്. അതായത് ഒരാൾ വരുമ്പോൾ നമ്മൾ ഹറിബറി ആയിട്ട് ടെൻഷൻ കയറിയിട്ട് എന്നാ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് അളവുകൾ എടുക്കാതിരിക്കുക. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് വേണ്ട അളവുകൾ എന്തെല്ലാമാണോ, നമ്മൾ പഠിച്ചത് എങ്ങനെയാണോ ആ അളവുകളൊക്കെ
നമുക്ക് എഴുതി വയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് പാകമുള്ള ഒരു കുർത്തിയാണ് തയ്ക്കുന്നതെങ്കിൽ ആ കുർത്തി ഒരെണ്ണം കൊണ്ട് തരാനായിട്ട് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാമെന്നല്ല, എടുത്തു നോക്കാമല്ലോ. അപ്പോൾ ഒരു കുർത്തിയും കൂടെ കൊണ്ട് തരാനായിട്ട് പറയുക. അപ്പോൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ധൃതി വേണ്ട. മെഷർമെൻ്റ് എടുക്കുമ്പോൾ പതുക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ ഡബിൾ ചെക്ക് ചെയ്യുക. രണ്ടാമത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണോ എന്നുള്ള കാര്യം. ഇപ്പം ഇവിടെയൊക്കെ മെഷർമെൻ്റ് എടുക്കാൻ വന്നവർ, ഞാൻ ഈ വന്നിരിക്കുന്നവരോട് ഈ വർത്തമാനം കാരണം വർത്തമാനം പറഞ്ഞ് പകുതി മെഷർമെൻറ്റ് എടുക്കാതെ പോകും. അത് നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ എഴുതി വെക്കാറുണ്ട്. നമ്മൾ മൈൻഡിൽ കണക്ക് കൂട്ടി വയ്ക്കും, ഇത്രയാണ്, ചെസ്റ്റ് 36 ആണെന്ന്. അപ്പോൾ പിന്നെ വേറെ കുറേ പേരും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എല്ലാം ഏകദേശം ഈ 34, 36 ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ ഒരുമാതിരിപ്പെട്ടവരൊക്കെ. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഏതാണ് 36 ഏതാണ് 34 എന്നും നമുക്കൊരു പിടുത്തം കിട്ടില്ല. പല കാര്യങ്ങളല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നവരുടെ കയ്യിൽ നിന്ന് ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. ഓരോരുത്തരുടെ പേരെഴുതിയിട്ട് അങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. എല്ലാ അളവുകളും എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയ കൺഫ്യൂഷനില്ല. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഹറിബറി ആയിട്ട് വന്ന് വർത്താനം പറഞ്ഞ് അവരങ്ങ് പോവും. അവർ പോയി കഴിയുമ്പോഴാണല്ലോ പകുതി അളവുകൾ ഞാൻ എടുത്തില്ലല്ലോ എന്ന് ഓർക്കണം. അങ്ങനെയൊക്കെ പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറ്റരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ധൃതിയൊന്നും പിടിക്കാതെ വളരെ സ്ലോലി എല്ലാ അളവുകളും നമുക്ക് വേണ്ട അളവുകളെല്ലാം എഴുതി വയ്ക്കുക. ഒന്നോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലാനിങ് വേണം. സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പ് നമുക്ക് കട്ടിങ്ങിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നല്ല തുണിയിലേക്ക് കട്ട് ചെയ്യുക. പലരും ചെയ്യുന്ന കാര്യമാണ് നേരിട്ടങ്ങ് സ്റ്റിച്ചിങ് തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അതിനേക്കാൾ ഭേദം നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ധൃതി പിടിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് എപ്പോഴും പരാജയത്തിലാണ് ചെന്ന് പതിക്കുകയുള്ളൂ. അതെന്നാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ന് രാവിലെ ഒരു സാധനം തന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൃതി കൂടുമ്പോൾ നമുക്ക് നൂല് പൊട്ടും, അങ്ങനെയുള്ള സകലമാന പ്രശ്നങ്ങളും വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ട് പതുക്കെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ധൃതി പിടിച്ച് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന ആൾക്കാരോട് പറയുക, ഇത്ര ദിവസം 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ടൊക്കെ തരാമോ എന്ന് ചോദിക്കുമ്പോൾ പറയുക, ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് തയ്ക്കുന്നത്, എനിക്ക് 2 ദിവസം വേണം അല്ലെങ്കിൽ 3 ദിവസം വേണം, അത് അങ്ങനെ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സീം അലവൻസ് ഇടണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കുക. സീം അലവൻസ് ഇടാൻ പലരും മറക്കുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, ആദ്യം പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്യാമെന്ന്. നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ സീം അലവൻസ് ഇട്ട് തന്നെ കട്ട് ചെയ്യുക, അല്ലാതെ കട്ട് ചെയ്യരുത്. നമ്മൾ നേരെ ചിലപ്പോൾ ആ പേപ്പർ കറക്റ്റായിരിക്കും കട്ട് ചെയ്യുന്നത്, അത് നേരെ തുണിയിലേക്ക് വെച്ച് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ സീം അലവൻസ് ഇട്ട് നമ്മളിപ്പോൾ പേപ്പർ പാറ്റേൺ വെട്ടി വയ്ക്കുകയാണെങ്കിൽ പോലും സീം അലവൻസ് ഇട്ട് തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണോ പോണേ, വളഞ്ഞൊക്കെയാണോ പോണേ, കറക്റ്റായിട്ടാണോ ഇരിക്കണേന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫിനിഷിങ് വേറെ ആയിരിക്കും. പിന്നെ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറിക്ക് മുമ്പ് എപ്പോഴും ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് പറയുക. സാധനം ഒന്ന് ഇട്ട് നോക്കുക, ഇട്ട് നോക്കിപ്പിച്ചിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സാധനമായിട്ട് അവർ വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ വിളിക്കണ വരെ ടെൻഷനാണ്.
ശരിയായോ പാകമായോ അങ്ങനെയുള്ള സകലമാന ടെൻഷൻസും നമുക്ക് വരും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ അവരെ കൊണ്ട് അത് ഇടിയിപ്പിച്ച് നോക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ മിസ്റ്റേക്ക് എന്തെങ്കിലും പറയുമ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. അത് അവരുടെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ പറയാതെ നമ്മുടെ കുഴപ്പമാണ് ചെയ്തതിൽ കുറച്ച് വണ്ണം കൂടി പോയെങ്കിൽ ആ വണ്ണം കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഷേപ്പായില്ലെങ്കിൽ ഷേപ്പ് ആക്കി കൊടുക്കുക. എന്താണോ അവർ പറയുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്ത് കറക്റ്റാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഏഴാമത്തെ കാര്യമാണ്. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് പറയുക എന്നുള്ളതാണ്. നമ്മൾ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ തീർത്തും കുറച്ചും പറയാൻ പാടില്ല, ഒരുപാട് കൂട്ടിയും പറയാൻ പാടില്ല. ഒരുപാട് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകളൊക്കെ കുറവായിരിക്കും, കുറച്ചേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്കൊരു ആ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ എല്ലാവരും മേടിക്കുന്നതൊക്കെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞെടുക്കാം. ഫ്രീ ആയിട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഓൾട്രേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ടൊരു കാര്യം ചെയ്ത് കൊടുത്താൽ അതിന് ഒരു വിലയും മറ്റുള്ളവർ കൽപ്പിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണ്ട. 10 രൂപയാണ് അവർ തരുന്നതെങ്കിൽ ആ 10 രൂപ മേടിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറി സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു ഇമ്പ്രഷൻ, അതായത് നമ്മുടെ ക്ലയൻറ്റിനുണ്ടാകുന്ന ഇമ്പ്രഷൻ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് തയ്ച്ച് നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് വയ്ക്കുക. ക്ലീനായിട്ടുള്ള ഫിനിഷിങ് എപ്പോഴും നമ്മൾ എൻഷുർ ചെയ്യണം. എന്നാലാണ് അവർക്കൊരു ഇമ്പ്രഷൻ തോന്നുള്ളൂ. നമ്മളോടൊരു ഇമ്പ്രഷൻ തോന്നിയാൽ മാത്രമേ വീണ്ടും നമുക്ക് പുതിയ പുതിയ ഓർഡറുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മൾ മാക്സിമം വർക്കെല്ലാം തീർത്ത് തലേദിവസമെങ്കിലും തീർത്ത് നല്ല രീതിയിൽ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷനായിരിക്കും. പിന്നെ അത് ഇട്ടും കൂടെ കഴിയുമ്പോൾ കറക്റ്റാണെങ്കിൽ അവർക്ക് തന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അത് കാണുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസാണ്. നമ്മൾ ചെയ്ത് കൊടുത്ത ഒരു ഡ്രസ്സ് അവർക്ക് കറക്റ്റായി എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതൊരു പ്രത്യേകതരം സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കസ്റ്റമർ നമ്മുടെ ഒരു സാധനം വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം അതിൻ്റെ റിവ്യൂ, അതായത് ആ സാധനം എങ്ങനെയുണ്ട്, ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് ചോദിക്കണം. എങ്ങനെയുണ്ട്, കറക്റ്റാണോ, ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിക്കണം. മാത്രമല്ല അവരത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ഫേസ്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ചെയ്യണം. അത് അവരുടെ ആ ഒരു പെർമിഷനോട് കൂടി ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ അവർ മറുപടിയൊന്നും പറയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുന്നത്. ഇവർ നന്നായിട്ട് തയ്ക്കുമല്ലോ, എന്നാൽ ഇനി ഇവരുടെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കാം. അങ്ങനെയുള്ളൊരു വിശ്വാസം മറ്റുള്ളവരിൽ ജനിപ്പിക്കാൻ ഇതെല്ലാം നമുക്ക് വേണം. തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ 4-5 ഓർഡേഴ്സുകൾ എത്രയായാൽ പോലും ചെറുതായെങ്കിലും നമ്മൾ എടുക്കുക. ഇപ്പോൾ പഴയ സാരി വെട്ടി തയ്ക്കാനാണ്, നൈറ്റി വെട്ടി പാൻറ്റ് തയ്ക്കാനാണെന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മൾ എടുക്കുക. അങ്ങനെ ഒരു 4, 5, 6, ഒരു 10 മാക്സിമം പോയാൽ ഒരു 10 ഓർഡേഴ്സ് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. എന്തും ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വീട്ടിലും മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, തയ്ക്കാനറിയാം എന്നാൽ മറ്റുള്ളവർക്കൊക്കെ തയ്ച്ച് കൊടുക്കാൻ പേടിയാണെന്നും പറഞ്ഞുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന മടിച്ചിമാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.